ഞാൻ ഈ വീഡിയോയിൽ വെറും 3 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ അത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ തെറ്റായ തീരുമാനമായിരിക്കും ഈ ഐഫോണിൻ്റെ പർച്ചേസ്. ഇതിലെ ഏറ്റവും ആദ്യത്തെയും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററിയാണ്. നമ്മളിപ്പോൾ കറൻ്റ് ഉപയോഗിക്കുന്ന മൊബൈൽ നമ്മളൊരു ദിവസത്തിൽ എത്ര പ്രാവശ്യം ചാർജ് ചെയ്യേണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഗൂഗിൾ എടുത്തിട്ട് നേരെ നമ്മുടെ ഫോൺ ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബാറ്ററി MAH എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ എത്രയാണോ നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി അത് കറക്റ്റായിട്ട് കാണിക്കും. ഇതെൻ്റെ പഴയൊരു സാംസങ്ങിൻ്റെ ഫോണാണ്. ഈ ഫോണിൻ്റെ MAH വരുന്നത് 3700 ആണ്. എൻ്റെ ഒരു പേഴ്സണൽ യൂസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ ഞാൻ ഫുള്ളായിട്ട് കുത്തിവയ്ക്കാണ്ട് ഇടയിൽ വെച്ച് കട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു 3 പ്രാവശ്യം കുത്തിവെക്കേണ്ട ദിവസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എത്ര പ്രാവശ്യം ഒരു ദിവസം കുത്തിവെക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർത്ത് മനസ്സിലാക്കി വെക്കണം. അതുപോലെ MAH മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് ഏത് ഫോൺ മേടിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കാനായിട്ട്. കാരണം ഐഫോൺസിന് ആൻഡ്രോയിഡ് ഫോൺസിനേലും കമ്പാറ്റബിളി ബാറ്ററി ലൈഫ് കുറവാണ്. ഇപ്പം നിങ്ങൾക്കൊരു ഡെയിലി റുട്ടീൻ ഉണ്ട്. നിങ്ങളിപ്പോൾ എല്ലാ ദിവസവും രാവിലെ കുത്തിവെക്കും, അല്ലെങ്കിൽ രാത്രി എടുക്കാൻ പോണതിന് മുൻപ് കുത്തിവെക്കും. അങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെങ്ങാനും തെറ്റായ ഐഫോണാണ് മേടിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്ലാനുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മാറും. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് വരും. അത് ശരിക്കും നമുക്ക് ആ ഒരു അവസ്ഥ വന്നാലാണ് നമുക്കത് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രഷ് റേറ്റ് ആണ്. റിഫ്രഷ് റേറ്റ് അറിയാത്ത ആൾക്കാർക്ക് അത് സ്മൂത്ത്നെസ് ആയിട്ട് കൂട്ടാം. റിഫ്രഷ് റേറ്റ് കൂടുന്നോളും ഫോണിൻ്റെ സ്മൂത്ത്നെസ് കൂടും. ഇതിൽ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് ബാറ്ററി ആയിട്ട് വളരെയധികം കണക്റ്റഡ് ആണ്. റിഫ്രഷ് റേറ്റ് കൂടുന്നോളും ബാറ്ററി പെട്ടെന്ന് ഇറങ്ങും. ഇത് ശരിക്കും ഏറ്റവും കൂടുതൽ തോന്നിച്ചത് 13 പ്രോയിലും ആണ്. 13 പ്രോയിനും ഏകദേശം സെയിം ബാറ്ററി ആണ് വന്നിരുന്നത്. പക്ഷേ ഒരെണ്ണത്തിൽ റിഫ്രഷ് റേറ്റ് കൂടുതലായ കാരണം കൊണ്ട് അതിൻ്റെ അകത്തുനിന്ന് പെട്ടെന്ന് ചാർജ് വലിക്കായിരുന്നു. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റോറേജ് ആണ്. നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഐഫോൺ എടുക്കുന്നത് അതിൻ്റെ ക്യാമറ കണ്ടിട്ടും അതിൻ്റെ വീഡിയോ ക്വാളിറ്റി കണ്ടിട്ടാണ്. അപ്പോൾ പരമാവധി ഒരു 256 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ള സ്റ്റോറേജുള്ള ഫോൺ എടുക്കാൻ ശ്രമിക്കുക. 128 അതിൻ്റെ താഴെലോട്ടൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് നമ്മളിപ്പോൾ ഫോൺ എടുത്തിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഇത് ഫുള്ളാവും. പിന്നെ നമ്മൾ ഒരുപാട് ഫയൽസ് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ പരമാവധി 256 എടുക്കാൻ നോക്കുക. ഈ പറഞ്ഞ 3 കാര്യം നോക്കിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോണ് നമ്മുടെ ഒരു യൂസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ കറൻ്റ്ലി ഐഫോൺ 16 അതിന് മുകളിലോട്ടുള്ള ഐഫോൺസ് മാത്രമാണ് ഒഫീഷ്യലായിട്ട് സ്റ്റോക്ക് വിറ്റ് പോകുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ പീസുകളും ഇപ്പോൾ റീഫർബിഷ്ഡും യൂസ്ഡും ഒക്കെ ആയിരിക്കും. നമ്മൾ അങ്ങനത്തെ ഒരു ഫോണാണ് മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ മേടിക്കുന്ന കടയിൽ നിന്ന് നമ്മൾ എന്തായാലും ഗ്യാരണ്ടി ചോദിച്ച് മേടിക്കണം. മിനിമം ഒരു 6 മാസത്തെങ്കിലും നമുക്ക് വാറണ്ടി കിട്ടിയേ പറ്റൂ. അതിപ്പോൾ ലോക്കൽ സ്റ്റോർ ആണെങ്കിലും ഓൺലൈൻ സ്റ്റോർ ആണെങ്കിലും. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ വളരെ ചെറുതാണെങ്കിലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.